പ്രാർത്ഥിക്കാനുണ്ട്. കള്ളനും പ്രാർത്ഥിക്കും, കൊള്ളക്കാരനും പ്രാർത്ഥിക്കും. എന്നെ ആരും കാണല്ലേ, എന്നെ പിടിക്കപ്പെടലെന്ന് അവൻ ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ശവപ്പെട്ടിക്കാരനും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ആരുടെ കയ്യിൽ നിൽക്കുകയോ പലിശയ്ക്ക് കുറച്ച് പണം വാങ്ങി ചിലരെ കൂട്ടി വരുത്തി നല്ലൊരു മരം വാങ്ങി അതിനെ മുറിച്ചു, അതിനെ ഭാഗപ്പെടുത്തിയെടുത്ത് നല്ലൊരു ശവപ്പെട്ടി ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതൊന്ന് വിറ്റുപോയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെയും നടത്താൻ കഴിയൂ. അതുകൊണ്ട് അദ്ദേഹത്തിനും ഇത് ഒന്ന് വിൽക്കണമെന്നുള്ളൊരു പ്രാർത്ഥന ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കാണും. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, പല മതസ്ഥരും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഒരു ദൈവവേദന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗം ചലിക്കുന്നതാണ്.